വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ശമ്പളം 500 രൂപയാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എറണാകുളത്ത് പഠിക്കുമ്പോൾ താമസിക്കാൻ ഇടവില്ലാതിരിക്കുമ്പോൾ ഒരു ബാറ്ററി ഷോപ്പിൻ്റെ ഓണർ എനിക്ക് വീട് തന്നു താമസിക്കാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ താമസം. ഉച്ചവരെ ജോലി ചെയ്യണം. ഉച്ചവരെ ജോലി ചെയ്താൽ ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ പോവാം, തിരിച്ചു വന്നവിടെ താമസിക്കാം. 500 രൂപ കിട്ടും. എൻ്റെ ഫസ്റ്റ് സാലറി 500 രൂപയായിരുന്നെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുക. ഇത് ഞാൻ മുഴുവൻ സമയം ക്രിസ്തുവിന് വേണ്ടി സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിക്കുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി രാജിവെക്കുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഒരു വർഷം ആകെയുള്ള എൻ്റെ വരുമാനം ഏകദേശം 12 ലക്ഷം രൂപയായിരുന്നു. ഹല്ലേലൂയ. 500 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരു മാസത്തെ ശമ്പളത്തിലേക്ക് ദൈവം മാറ്റി. ഇത് പ്രാർത്ഥനയുടെ ഫലമല്ല. ജീവിതം ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് ഉയർത്തും. 4 ആൾ കാണുക ഉയർത്തും. എപ്പോൾ? ജീവിതം സാക്ഷ്യമായിട്ട് മാറ്റണം. അങ്ങനെ 1 ലക്ഷം രൂപ ശമ്പളം വന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിലും വലിയൊരു കാര്യമുണ്ട്. സൃഷ്ടാവിനെ സേവ ചെയ്യലാണ് സൃഷ്ടിയെ സേവിക്കുന്നതിലും നല്ലത്. ഹല്ലേലൂയ. സൃഷ്ടാവിനെ സേവിക്കലാണ് സൃഷ്ടിയെ സേവിക്കുന്നതിലും നല്ലത്. സൃഷ്ടിയെ സേവിച്ചാൽ 1 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ സൃഷ്ടാവിനെ സേവിച്ചാൽ കിട്ടുന്നത് അതിലും വലുതായിരിക്കുമെന്ന തിരിച്ചറിവിൽ ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. ജോലി റിസൈൻ ചെയ്തു. മുഴുവൻ സമയം ഈശോയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ കുടുംബവും ചെലവഴിക്കുന്നു. ഇതൊന്നിനും കുറവില്ലാത്ത രീതിയിൽ ദൈവം അത്ഭുതകരമായി പരിപാലിക്കുന്നു. ഏക കാര്യം ഇതാണ്, നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച അന്നു മുതൽ ദൈവം ജീവിതത്തെ ഏറ്റെടുക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:16 പൗലോസ് ശ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നില്ലെങ്കിലോ എനിക്ക് ദുരിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അനേകം ധ്യാനങ്ങൾ കൂടിയിട്ടും ദുരിതം വിട്ടുമാറുന്നില്ലെങ്കിൽ ക്രിസ്തുവിനെ നീ എത്രമാത്രം സാക്ഷ്യം നൽകുന്നുണ്ട്, ക്രിസ്തുവിനെ എത്രമാത്രം സ്വന്തം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നുണ്ട് എന്ന് നീ തിരിച്ചറിയണം, പരിശോധിച്ച് നോക്കണം. ഏതൊക്കെ മേഖലകളിൽ നിന്നും സാക്ഷി വഹിക്കാതിരിക്കുന്നുണ്ടോ അതാണ് നിൻ്റെ ദുരിത കാരണവും ദുഃഖ കാരണവും. അല്ലാതെ പഠിക്കാത്തതല്ല, സാഹചര്യം ഇല്ലാത്തതല്ല. ഇന്ന് പലരും ധ്യാനം കൂടിയിട്ട് അപ്പനെ കുറ്റം പറഞ്ഞ്, അമ്മയെ കുറ്റം പറഞ്ഞ്, നാട്ടുകാരെ കുറ്റം പറഞ്ഞ്, ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിരിക്കുക. അതല്ല, ദൈവം നിന്നെ വിളിച്ച വിളിയോട് നീ വിശ്വസ്തത പുലർത്തുമ്പോൾ ദൈവം നിനക്ക് ആവശ്യമുള്ളതെല്ലാം അത്യത്ഭുതകരമായി കൂട്ടിച്ചേർക്കും. ഒരു സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ജോലിയും നിനക്കില്ല. ഈ ജോലിക്ക് വേണ്ടിയാണ്, സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ് ദൈവം നിന്നെ ടീച്ചറാക്കിയത്, ദൈവം നിന്നെ കോളേജിൽ ഒരു ക്യാമ്പസിലാക്കിയത്, ഒരു കുടുംബത്തിലാക്കിയത്, ഒരു ഇടവകയിലാക്കിയത്, ആയിരിക്കുന്ന ചില അയൽപക്കങ്ങളിലാക്കിയത്. ഇവരോടെല്ലാം നിന്റെ ജീവിതം കൊണ്ട് പറയണം, there is a wonderful God. ഇവിടെ നിന്റെ ജീവിതത്തിന് പരിഹാരമായി ക്രിസ്തു ഉണ്ട് എന്ന് വിളിച്ചു പറയാൻ പീഠത്തിൽ മേൽ വെച്ച വിളക്കായി നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ മാറാൻ തുടങ്ങുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗം പ്രൊവൈഡ് ചെയ്യും. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പെരുമഴയായി മാറും. നമുക്ക് അത്ഭുത അടയാളമൊക്കെ വേണം, പക്ഷേ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ പലർക്കും ഇല്ല. പലർക്കും ജോലി ശരിയാണ്, ജോലി ശരിയായിട്ട് വരാം. ചില കല്യാണം കഴിച്ചിട്ട് വരാമെന്ന് പറയും. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പറയും ഒരു കൊച്ചുണ്ടായിട്ട് വരാമെന്ന് പറയും. കൊച്ചുണ്ടായി കഴിയുമ്പോൾ പിന്നെ കൊച്ചിന് നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത കൊച്ചായി. അങ്ങനെ വന്ന് ജീവിതത്തിൽ ഒരിക്കലും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ പലരും തയ്യാറാവുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത. ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ ഞാൻ തയ്യാറാണ്.
ഈ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായൊരു വഴി നടത്തൽ. ഞാൻ ആദ്യത്തെ ധ്യാനം കൂടി അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഓരോ സമയത്തിലും ദൈവാത്മാവ് ഇങ്ങനെ നയിച്ചുകൊണ്ടേയിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ 22 ദിവസമായിട്ട് ആസാം, ത്രിപുര സ്ഥലങ്ങളിൽ എൻ്റെ കുടുംബവും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുക. നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ക്രിസ്തുവിനെ അറിയുന്ന അനേകരുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ ദാഹത്തോടെ കാത്തിരിക്കുന്ന മമ്മൂദ് സ്വീകരിച്ചിട്ടും ക്രിസ്തുവിനെ അറിയാത്ത 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത്. നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ മക്കളെ, ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, എൻ്റെ ജീവിത ലക്ഷ്യം ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കില്ല. അതിനുവേണ്ടിയാണ് ഇന്ന ക്യാമ്പസ്, അതിനുവേണ്ടിയാണ് ഇന്ന ഉദ്യോഗം, അതിനുവേണ്ടിയാണ് ഇന്ന കുടുംബത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ചത്. ഒരു നാൾ ദൈവം ചോദിക്കും നിന്നെ ഏൽപ്പിച്ച ആത്മാക്കളുടെ കണക്ക്. ആ കണക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിനക്ക് ജീവിതത്തിൽ ദുരിതമുണ്ടെങ്കിൽ, ധ്യാനം കൂടിയിട്ട് മാറുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നീ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങിയിട്ടില്ല. എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കണം? എല്ലാവരും വിചാരം, എനിക്കൊരു മൈക്ക് കിട്ടിയാൽ, എനിക്കൊരു സ്റ്റേജ് കിട്ടിയാൽ ഞാൻ ഇന്ന് തൊട്ട് സുവിശേഷം പറയാം. സുവിശേഷ പ്രഘോഷണം അങ്ങനെയല്ല മക്കളെ. നമുക്കെല്ലാം താല്പര്യം അതായിരിക്കാം, പക്ഷേ 90% വിളി അതല്ല. ചില പറയും ഞാൻ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ജീവിതം ഉപേക്ഷിച്ച് ഞാൻ ക്രിസ്തുവിന് പിറകെ പോവും. അത് നിൻ്റെ വിളിയല്ല. അത് 10%, 5% റയർലി ലഭിക്കുന്ന ഒരു വിളിയാണ്. നിൻ്റെ ഒരു വിളിയുണ്ട്. ഒന്നാമത്തെ സുവിശേഷ പ്രഘോഷണം എങ്ങനെയാണ് നടക്കേണ്ടത്? നിങ്ങൾക്ക് ബുക്കും പേനും ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. ഒന്നാമത്തെ സുവിശേഷ പ്രഘോഷണം, യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കൽ, ഒന്നാമത്തത് ജീവിത സാക്ഷ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, സ്വന്തം ജീവിതത്തെ നോക്കിയാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകണം ഇവിടെ ജീവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട് എന്ന്. അതിൽ ചിലപ്പോൾ നിൻ്റെ അശുദ്ധികൾ മാറ്റിവെക്കണം, അഡിക്ഷൻസ് മാറ്റിവെക്കണം, സമയം ചെലവഴിക്കുന്നത് മാറ്റിവെക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് നീ കൂട്ടണം, കുമ്പസാരം കൂട്ടേണ്ട വരും. പീഠത്തിന്മേൽ വെച്ച് വിളക്കായി നീ മാറാൻ തയ്യാറാകുമ്പോഴാണ് നിൻ്റെ ചുറ്റുമുള്ളവർക്ക് നീ ഒരു പ്രകാശമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമത് നീ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരു സാക്ഷി ജീവിതം, വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാത്തതെല്ലാം മാറ്റിക്കളയാൻ ഞാൻ തയ്യാറാണ്. അത് തീരുമാനിക്കണം, കണ്ടെത്തണം, എലിമിനേറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, യഥാർത്ഥത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ പടി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന. എന്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കണം? ലോകത്തിൽ 750-760 കോടി ജനമുണ്ട്. ഈ ജനത്തിൽ പാപം ചെയ്യുന്ന ക്രിസ്തുവിനറിയാത്ത അനേകം മക്കളുണ്ട്. ഇവർക്കെല്ലാവർക്കും വേണ്ടി അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ഈ വിശുദ്ധ കുർബാനയും കൂടെ നീ സമർപ്പിക്കണം. ഇപ്പോൾ പ്രാർത്ഥനയുടെ ജീവിതത്തിൽ പാപം ചെയ്ത അനേക ആത്മാക്കളെ, പ്രത്യേകിച്ച് തൊട്ട് തലേ ദിവസം നീ കണ്ടത്, വായിച്ചത്, കേട്ടത്, വാട്സാപ്പിലൂടെ കണ്ടത്, ഫേസ്ബുക്കിൽ കണ്ടത്, പേപ്പർ വായിച്ചത്, നീ അറിഞ്ഞത്, കേട്ടതുമായ എല്ലാ മനുഷ്യരെയും, പാപം ചെയ്ത എല്ലാ മനുഷ്യരെയും പിറ്റേ ദിവസത്തെ വിശുദ്ധ കുർബാനയെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി ജപമാലകൾ ചെല്ലണം, കരുണക്കൊന്തകൾ ചെല്ലണം. എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ അതെല്ലാം ചെയ്യണം. രണ്ടാമത്തത്. മൂന്നാമത്തെ പ്രവൃത്തി ഇതാണ് മക്കളെ, യഥാർത്ഥ സാക്ഷിയാകാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെറിയ ചെറിയ പരിത്യാഗ പ്രവർത്തികൾ നീ പരിശീലിക്കണം. ഏറ്റവും പ്രധാനമായി ആഴ്ചയിൽ 1 നീ ഉപവാസം പ്രഖ്യാപിക്കണം. എന്തിനു വേണ്ടി? പരീക്ഷ പാസ്സാകാനല്ല, നിന്റെ അസുഖങ്ങൾ മാറാനല്ല. അതൊന്നും നിന്റെ പ്രയോറിറ്റി അല്ല. അതൊക്കെ ദൈവം ചെയ്തുകൊള്ളും. അതൊക്കെ നീ മകനായി മകളായി മാറുമ്പോൾ അതെല്ലാം ദൈവം ചെയ്തുകൊള്ളും. എന്തിനു വേണ്ടി? നിന്റെ ചുറ്റുമുള്ള അനേകരുടെ പാപത്തിന് പരിഹാരമായി ആഴ്ചയിൽ 1 നീ ഉപവസിക്കണം. നിനക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകണം, അത് മാറ്റിവെച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, അടുത്ത 1 വർഷത്തേക്ക് ഞാൻ ഇറച്ചി കഴിക്കുന്നില്ല. എന്തിനു വേണ്ടി? ലോകത്തിലെ പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി. ഇതിന് ചങ്കൂറ്റം വേണം, സാക്ഷ്യം വഹിക്കാനുള്ളൊരു തീക്ഷ്ണത വേണം. അല്ലാതെ പരിത്യാഗം എടുക്കാൻ പറ്റില്ല. ഇത് നോക്കണം, നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഭക്ഷിക്കുന്നു, എന്തൊക്കെ പാനം ചെയ്യുന്നു. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചാൽ അനേകരുടെ പാപത്തിന് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിനക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം ഇതാണ്, ചെറിയ ചെറിയ പരിത്യാഗ പ്രവർത്തികൾ നീ ചെയ്യുക. നാലാമത്തെ കാര്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും നവീന മാധ്യമങ്ങളുണ്ട്. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക്, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റിയാണ് തന്നിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വാ തുറന്ന് ഇതെല്ലാം നാം സ്വീകരിക്കുക. ലോകത്തിൻ്റെ ചപ്പും ചവറും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നീ എന്ത് ചെയ്യണം?
ഇത് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് മാറ്റിവെക്കണം. ക്രിസ്തു തന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റി എടുത്ത് സുവിശേഷം പങ്കുവെക്കാൻ ഉപയോഗിക്കണം. വാട്സാപ്പ് സ്റ്റാറ്റസുകൾ ഇതെല്ലാം നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. രാവിലെ തൊട്ടിടും, ശരിയല്ല? സെൽഫി എടുത്ത് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുക. ഫേസ്ബുക്കിൽ നോക്കിയാൽ നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു രോഗമാണ്, സെൽഫി ഒരു രോഗമാണെന്നാണ് പറയുന്നത്. ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു സെൽഫ് പ്രൊജക്ഷൻ. മക്കൾ, ഇതിനു വേണ്ടിയല്ല. നവീന മാധ്യമങ്ങളെല്ലാം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി നാം ഉപയോഗിക്കണം. ഹല്ലേലൂയ. വാട്സാപ്പുകളും ഫേസ്ബുക്കുകളും ഇൻ്റർനെറ്റുകളെല്ലാം സുവിശേഷം പങ്കുവയ്ക്കപ്പെടുന്നതിന് വേണ്ടി നീ മാറ്റണമെന്ന് നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നീ സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി നീ ചെയ്യേണ്ടത് ഒരു മനുഷ്യനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവൻ്റെ സമ്പത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സമ്പത്തിനെ തൊടുമ്പോൾ പലർക്കും താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? ധനികനായ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ സമ്പത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. അവൻ പറഞ്ഞു, അത് മാത്രം നടക്കില്ല, ബാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കണം. 10 രൂപ കിട്ടിയാൽ 1 രൂപ ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നീ തയ്യാറാകണം. കാരണം മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 8 തൊട്ട് 12 വരെ വചനങ്ങൾ പറയുകയാണ്, മനുഷ്യർ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു? ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. 2 കാര്യങ്ങളിലാണ് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന പലരും ധ്യാനം കൂടിയിട്ടും സാമ്പത്തികമായ ഒരു ഉയർച്ചയില്ലാത്തത്, ജോലിപരമായ ഒരു ഉയർച്ചയില്ല, ക്വാളിഫിക്കേഷനോട് ജോലിയില്ല. ഉള്ള ജോലിയാകട്ടെ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദൈവം പറയുകയാണ്, എന്തുകൊണ്ടിത്? നീ ചോദിക്കണം. നീ ചോദിക്കുന്നത് ദൈവത്തിൻ്റെ സമ്പത്ത് നീ കൈയടക്കി വെച്ചുകൊണ്ടാ. ദൈവം പറയുകയാണ്, ദശാംശങ്ങളിലും കാഴ്ചകളിലും മനുഷ്യർ എന്നെ കൊള്ള ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. എന്താണ് ദശാംശം എന്ന് പറഞ്ഞാൽ? എന്താണ്? സമ്പത്തിൻ്റെ 10-1 ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അത് പലപ്പോഴും നമ്മുടെ ഒരു ഔദാര്യം പോലെ കൊടുക്കണം. ഇത് ഔദാര്യമൊന്നുമല്ല, ഇത് അവകാശമാണ്. പഴയ നിയമ പുസ്തകം തൊട്ട് നോക്കിയാൽ അറിയാം, ലേവ്യരുടെ അവകാശമാണ്. ലേവ്യർക്കൊന്നും ഒരു സ്വത്തും ദൈവം വിഭജിച്ചു കൊടുക്കുന്നില്ല. അവർക്കുള്ള സമ്പത്ത് മുഴുവൻ ബാക്കിയുള്ള 11 ഗോത്രങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. അവരുടെ ദശാംശം കൊണ്ട് ഈ ലേവ്യ ഗണം അവരുടെ നിത്യജീവിതം കഴിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ പുരോഹിത ശുശ്രൂഷ, ദേവാലയ ശുശ്രൂഷ, ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നിക്ഷേപിക്കുന്നതാണ് 10-1. നിനക്ക് 1000 രൂപ വരുമാനമുണ്ടെങ്കിൽ 100 രൂപ ദൈവത്തിൻ്റെതാണ്. 900 രൂപ മാത്രമേ നിനക്കുള്ളൂ. 10,000 രൂപ ശമ്പളമുണ്ടെങ്കിൽ 9,000 രൂപയാണ് നിൻ്റെ ആക്ച്വൽ സാലറി. 1000 രൂപ ദൈവത്തിൻ്റെ അവകാശമാണ്, നിൻ്റെ ഔദാര്യമൊന്നുമല്ല. ദൈവം പറയുകയാണ്, ഈ സമ്പത്ത് കൈയടക്കി വെച്ചതുകൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടവരാ. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്റ്റേജും ഈ സംവിധാനങ്ങളിലെല്ലാം പിന്നിൽ മറ്റു പല വ്യക്തികളുണ്ട്. അവരുടെ സമ്പത്തുണ്ട്, അവരുടെ അധ്വാനമുണ്ട്. ധ്യാനകേന്ദ്രം നോക്കിയാൽ അറിയാം, അനേകർ അവരുടെ ദശാംശം, അവരുടെ സമ്പത്ത് ചെലവഴിച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റുക. നിങ്ങൾ തിരിച്ചറിയണം, നിന്റെ സമ്പത്തിൻ്റെ 10-1 ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. അത് ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ശരീരവും ആത്മാവും ഉണ്ട്. ശരീരത്തെയും ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം കൊടുക്കുന്ന സമ്പത്താണ് ചാരിറ്റി അഥവാ കാഴ്ച. ദൈവത്തിന് വേണ്ടി, ആത്മാവിന് വേണ്ടി, ആത്മാ രക്ഷയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ് ദശാംശം. 2 2ആണ്, 2 1അല്ല. അതുകൊണ്ട് തിരിച്ചറിയണം, സമ്പത്തിൻ്റെ 10-1 ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കണം. മാറ്റിവെച്ചാൽ നിന്റെ സമ്പത്ത് നിനക്ക് വേണ്ടി സുവിശേഷം പറയും. നിങ്ങൾ പോയി ഏതെങ്കിലും ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നു, നിങ്ങൾ കഠിനമായി അവിടെ ജോലി ചെയ്യുമ്പോൾ ഇപ്പുറത്ത് നിന്റെ സമ്പത്ത് മറ്റൊരാൾക്ക് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി കൊടുത്താൽ ആ സമ്പത്ത് നിനക്ക് വേണ്ടി ആത്മാക്കളെ നേടും. ഹല്ലേലൂയ. അങ്ങനെ മത്തായി 6:33 നിന്റെ ജീവിതത്തിൽ നിറവേറും. ഇത് നിറവേറാത്ത എന്താ? കീശയെ തൊടാൻ ആർക്കും താല്പര്യമില്ല. സമ്പത്ത് വ്യയം ചെയ്തിട്ട് ബൈബിൾ ഏറ്റവും വലിയ പ്രിൻസിപ്പിളാണ്, കൊടുക്കുക, നിനക്ക് തിരിച്ചു കിട്ടും. ദൈവത്തിൻ്റെ വചനമാണ്. മലാക്കിയുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, 8-ാമത്തെ വചനം മുതൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചു നോക്കുവിൻ, ആകാശം തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് തിരിച്ചറിയണം. 2 കാര്യങ്ങളാണ് സംഭവിക്കുകയെന്ന വചനം പറയുന്നത്. 10 വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും. എൻ്റെ മക്കളെ, ഇന്ന് എല്ലാവർക്കും ലോണുകളാണ്, രോഗമാണ്,
പൈസ ഒരു സ്ഥലത്ത് നിന്ന് ശേഖരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ചെലവാകുന്നു. വചനം പറയുക, സമ്പത്തിനെ കാർന്നു തിന്നുന്ന എല്ലാ വെട്ടുകിളികളെയും ഞാൻ ശാസിക്കും. എപ്പോൾ? ദശാംശം ദൈവരാജ്യത്തിന് വേണ്ടി നീ മാറ്റിവെക്കണം. ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി ദശാംശം മാറ്റിവെക്കണം. ഞാൻ വിവാഹമൊക്കെ കഴിയുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 9 ലക്ഷം രൂപ കടം, ഭക്ഷണം കഴിക്കാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുക, നിങ്ങൾ ദശാംശം കൊടുക്കണം. ഞാൻ ദൈവത്തോട് ചോദിച്ചു, 91 മുതൽ ഞാൻ ക്രിസ്തുവിനെ അറിയണതാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇനിയും സാമ്പത്തികമായിട്ട് പലയിടത്തും കൈനീട്ടേണ്ടി വരിക? 9 ലക്ഷം രൂപ കടം, ജീവിക്കാൻ വകുപ്പില്ല, സിം കാർഡ് വിറ്റിട്ട് വരെ ഭക്ഷണം മേടിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. അത്ര കഷ്ടം. അപ്പോൾ ദൈവം പറഞ്ഞ്, നീ വചനം പൂർണ്ണമായിട്ട് അനുസരിച്ചിട്ടില്ലേ? ഏത് വചനം നോക്കിയപ്പോൾ ദശാംശം കൊടുത്തിട്ടില്ലേ? എനിക്ക് വല്ലപ്പോഴും തോന്നുമ്പോൾ കൊടുക്കും. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തീരുമാനം എടുത്തു, ഇന്ന് തൊട്ട് ഞാൻ ദശാംശം കൊടുക്കും. അപ്പോൾ എൻ്റെ ബിസിനസ്സൊക്കെ തകർന്നിരിക്കുന്ന സമയമാണ്. ഇടക്കാലം ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, അത് തകർന്ന് കഷ്ടത്തിലായിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യാം. അങ്ങനെ 2004 അവൾ ജോലി ചെയ്യാൻ പോയി. 2750 രൂപയാണ് അവളുടെ വരുമാനം. എൻ്റെ എക്സ്പെൻസ് വാസ് അറൗണ്ട് 17,000 റുപ്പീസ്. 17,000 രൂപ എൻ്റെ ഒരു മാസത്തെ ചിലവ്. 15,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം, 2,000 രൂപ വീട് വാടക. അങ്ങനെ ഇരിക്കുമ്പോൾ 2,750 രൂപയ്ക്ക് ഭാര്യ ജോലിക്ക് പോവുക. 275 രൂപ കണക്ക് പ്രകാരം ഞാൻ ദശാംശം കൊടുക്കണം. പലരും എന്നെ ഉപദേശിച്ചു, ദശാംശം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കർത്താവിന് നിൻ്റെ കാര്യം അറിയാം, അനേകരുടെ ദശാംശം കൊണ്ട് വേണം നിനക്കിപ്പോൾ ജീവിക്കാൻ വേണ്ടി. ഞാൻ തീരുമാനിച്ചു, ദൈവത്തെ പ്രീതിപ്പെടുത്തണോ മനുഷ്യരെ പ്രീതിപ്പെടുത്തണോ? മനുഷ്യരുടെ അടുത്ത് 2 തെറി കേട്ടാലും കുഴപ്പമില്ല, 2 തെണ്ടിയാലും കുഴപ്പമില്ല, ദശാംശം കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ അന്വേഷിച്ച് അവസാനം എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഒരു 1000 രൂപ ഉണ്ടായിരുന്നു. ഈ 1000 രൂപ കണ്ടെത്തി, ആദ്യത്തെ ചെക്ക് ലീഫിൽ 1000 രൂപ എന്ന് എഴുതി നേരെ ഞാൻ കർത്താവിന് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത 3 മാസത്തേക്കുള്ള ദശാംശം ഇനി ഞാൻ വരുമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മൾ കുർബാന പറയുന്ന പോലെ ഇനി ഞാൻ വരുമില്ലെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ദിസ് ഇസ് ദ ടൈത്ത് ഫോർ ദ നെക്സ്റ്റ് 3 months. 1000 രൂപ എടുത്ത് കൊടുത്തു എൻ്റെ മക്കളെ. പിന്നീട് അങ്ങോട്ട് മത്തായി 6:33 പൂർണ്ണതയാണ് ഞാൻ കണ്ടത്. 3-ാമത്തെ ദിവസം എനിക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ജോലി കിട്ടി, 15,000 രൂപ ശമ്പളത്തിൽ. പിന്നീട് അങ്ങോട്ട് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു, എനിക്ക് 17,000 രൂപ ഒരു മാസം സംഘടിപ്പിക്കണം. ഞാൻ വിചാരിച്ചു, എന്നാലും 9 ലക്ഷം രൂപ കടം മാറൽ സാധ്യതയില്ലേ, ഇതെൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചേ. പക്ഷേ അത്ഭുതം നടന്നു. 2006-2007 ശേഷം 2007 ഏപ്രിൽ ഇൻകം ടാക്സ് എന്ന് എനിക്കൊരു നോട്ടീസ് വരികയാണ്. ഫോം 60 കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ നമ്മൾ അടച്ചിരിക്കുന്ന ഇൻകം ടാക്സ് എത്രയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുകയാണ്, ആ വർഷം ഞാൻ അടച്ച ഇൻകം ടാക്സ് 2.75 lakhs, 2,75,000 രൂപ ആ വർഷം ഞാൻ ഇൻകം ടാക്സ് അടച്ചു. എൻ്റെ വരുമാനം ആ വർഷം 12 ലക്ഷം രൂപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വർഷം കൊണ്ട് ഒരപ്പൻ സഹായിക്കാതെ, ഒരമ്മ സഹായിക്കാതെ, ഈ ഭൂമിയിൽ ആരും സഹായിക്കാതെ എൻ്റെ അപ്പനായ ദൈവം നിന്ന നിപ്പിൽ കടം വിളച്ചു തന്നു. എപ്പോൾ? ദൈവത്തിൻ്റെ വചനം പാലിക്കാൻ തയ്യാറായപ്പോൾ. എൻ്റെ സമ്പത്തിൻ്റെ 10-1 സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, വെട്ടുകിളികൾ ശാസിക്കപ്പെട്ടു. 2-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദാനം പറയുകയാണ്, നിന്റെ മുന്തിരിച്ചെടി ബലശൂന്യമാകില്ല. നീ 500 രൂപയുടെ ശമ്പളത്തിലായിരിക്കും വർക്ക് ചെയ്യുക, 50 രൂപ മാറ്റിവെച്ച് ഒരു വിത്തിനെ പോലെ ഇത് ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്ക്. നിന്റെ മുന്തിരിച്ചെടി ഒരിക്കലും ഫലശൂന്യമാകില്ല. നിനക്കാവശ്യത്തിന് അപ്പുറത്തേക്ക് ഈ മുന്തിരിച്ചെടി എന്ന് തന്നെ ദൈവം ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം പ്രഘോഷിക്കാനുള്ള മറ്റൊരു വകുപ്പാണ്. രാവിലെ മുതൽ രാത്രി വരെ നീ അധ്വാനിക്കുക, എന്നിട്ട് ഈ പൈസ എടുത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നിടത്ത് കൊടുക്കുക. അങ്ങനെ നിന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ സമ്പത്ത് അനേകരോട് സുവിശേഷം പറയും. അങ്ങനെ നിനക്ക് സുവിശേഷ വേലയിൽ പങ്കാളികളാകാം. ഹല്ലേലൂയ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്കറിയാം, അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ അനേകം വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ, ഈ നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, വെക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത വേല ചെയ്യാൻ നിനക്ക് അടുത്ത ധ്യാനങ്ങളിൽ നിനക്ക് സഹായിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? ശരീരം കൊണ്ട് ഒരു വർഷത്തിൽ 4-5 ദിവസം അല്ലെങ്കിൽ 4-5 പ്രാവശ്യം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ ഒരു വോളണ്ടിയറായി മാറാൻ നിനക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണ് സുവിശേഷ വേല ചെയ്യുക. എല്ലാ ധ്യാനങ്ങളിലും ഇഷ്ടം പോലെ നമുക്ക് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. നിനക്ക് അങ്ങനെ ഒരു വോളണ്ടിയറായി മാറാൻ പറ്റുമോ? ബാക്കി കാര്യങ്ങൾ മാറ്റിവെച്ച് ലോകം എൻജോയ് ചെയ്യുമ്പോൾ, ലോകം അത് ചെയ്യുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ, ലോകം ഇതിലേം കറങ്ങി അടിച്ച് നടക്കുമ്പോൾ 4-5 ദിവസം ക്രിസ്തുവിന് വേണ്ടി മാത്രം
നിന്നെ ഇതുവരെ അനുഗ്രഹിച്ച ക്രിസ്തുവിന് ഒരു വോളണ്ടിയറായി മാറാൻ നിനക്ക് താല്പര്യമുണ്ടോ? ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കണമെന്ന് അത് പറയണം. യെസ്, എന്നെ സ്നേഹിച്ച ദൈവത്തിന് ഞാനിത് തീരുമാനമെടുക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ ഞാൻ പറഞ്ഞു, നവീന മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കണം. അതിന് ഏറ്റവും സുന്ദരമായ ഒരു കാര്യമാണ്, നിനക്ക് എവിടെ നിന്ന് ലഭിക്കുന്ന പുസ്തകമുണ്ട്. ഈ പുസ്തകം നിനക്ക് 100 പേരോട് സുവിശേഷം പങ്കുവെക്കാനുള്ള എളുപ്പ വഴിയാണ്. എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിയണം, ചിലപ്പോൾ വാ കൊണ്ട് പറയാൻ നിനക്ക് മടിയായിരിക്കാം, സംസാരിക്കാൻ നിനക്ക് മടിയായിരിക്കാം, സംസാര പാഠം ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ല. അനേകം പേരുടെ ജീവിത സാക്ഷ്യങ്ങൾ, അനേകം പേരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്, ദൈവവചനത്തിൻ്റെ കൃത്യമായ വിവരണങ്ങൾ, എക്സ്പ്ലനേഷൻസ് എല്ലാം ഒരുക്കിയ ഈ മാസികയുണ്ട്. നിങ്ങളിത് മേടിച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു 100 എണ്ണം മേടിക്കണം, അതിൻ്റെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് 100 ഭവനങ്ങളിൽ നിങ്ങളിത് എത്തിച്ചു കൊടുത്താൽ എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഒരാത്മാവ് ലോകത്തിലുള്ള മുഴുവൻ സമ്പത്തിനേക്കാളും ഉന്നതമാണ്. ഒരാത്മാവ് ലോകത്തിലുള്ള എല്ലാ സമ്പത്തിനേക്കാളും ഉന്നതമാണ്. നീ പ്രാർത്ഥിച്ചൊരു പുസ്തകം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത്ഭുതകരമായ രീതിയിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടോളും. ആ പുസ്തകം വായിക്കുന്ന ആ കുടുംബത്തിലായിരിക്കില്ല, ചിലപ്പോൾ മറ്റൊരു കുടുംബത്തിലായിരിക്കാം. പക്ഷേ തീരുമാനമെടുക്കണം. ആത്മാക്കളെ നേടണമെങ്കിൽ, എൻ്റെ മക്കളെ, വിലയുള്ളത് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? വിലയുള്ളത് നേടണമെങ്കിൽ വില കൊടുക്കണം. വില കൊടുക്കാതെ നേടുന്നതെല്ലാം ഉടനടി നഷ്ടപ്പെടും. ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കണമെങ്കിൽ വില കൊടുക്കണം. ഇവിടെ നിന്ന് 100 പുസ്തകം മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവെക്കരുത്. ഇതെടുക്കണം, തീരുമാനിക്കണം, ഓരോ ദിവസം പ്രാർത്ഥിക്കണം, 2-3 കുടുംബങ്ങളിൽ സഞ്ചരിക്കണം, കൊടുക്കണം, തീരുമാനമെടുക്കണം. അത്ഭുതകരമായിട്ട് ദൈവം ഏറ്റെടുക്കും. പക്ഷേ വിലയുള്ളത് നേടണമെങ്കിൽ വില കൊടുക്കണമെന്നത് തിരിച്ചറിയണം. അതൊരു തീരുമാനം മാറുമ്പോൾ ഏതെങ്കിലും 1-2 വ്യക്തിയിൽ ദൈവം പ്രവർത്തിച്ചാൽ പോലും നിൻ്റെ ജീവിതം അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ പരിപാലന കൊണ്ട് നിറയും. പക്ഷേ തീരുമാനം എന്ന് നിൻ്റേതാണ്. തീരുമാനം തൻ്റെ ഇടത്തോടുകൂടി എടുത്താൽ ദൈവം അത്ഭുതകരമായിട്ട് നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകചരിത്രത്തിൽ അനേകരിങ്ങനെ പേപ്പറുകൾ വായിച്ച്, ന്യൂസുകൾ കേട്ട് പല രീതിയിൽ മാനസാന്തരപ്പെട്ടവരുണ്ട്, അനേക വ്യക്തികളുണ്ട്. ഇന്ന് ദൈവം നിന്നെയും വിളിക്കുക ഈ സുവിശേഷ വേലയിൽ പങ്കുകാരാകാൻ. അതുകൊണ്ട് ഇന്ന് ഹൃദയപൂർവ്വം തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതം, എന്നിൽ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ആത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകവും ആത്മാവിൻ്റെ വലിയ വെളിപ്പെടുത്തലുണ്ടായി. ഇതെന്തിനു വേണ്ടിയാണ്? സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടിയാണ്. ഈ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ അത്ഭുതകരമായ രീതിയിൽ ആത്മാവ് വീണ്ടും നിന്നിൽ കത്തിപ്പടരും. ഇത്രയും പ്രവർത്തികൾ ചെയ്തതിന് ശേഷമാണ്, സാധിച്ചാൽ നിനക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നിനക്ക് സുവിശേഷം പ്രഘോഷിക്കാം. അതുവരെയും സുവിശേഷം പ്രഘോഷിക്കേണ്ട ആവശ്യമില്ല. സുവിശേഷം പ്രഘോഷിക്കേണ്ടത് അവസാനത്തെ സ്റ്റേജാണ്. അത് വിളി ലഭിച്ചവർ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ഈ പറഞ്ഞ രീതികളിലൂടെയാണ്. ലോകം മുഴുവൻ അനേകർ പാപത്തിൽ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർഗം കേഴുകയാണ്. സ്വർഗത്തിൻ്റെ ദുഃഖം നിൻ്റെ ദുഃഖമായി മാറുമ്പോൾ നിൻ്റെ ദുഃഖം സ്വർഗത്തിൻ്റെതായി മാറും. താല്പര്യമുണ്ടോ? ദൈവം ചോദിക്കുക. സ്വർഗത്തിൻ്റെ ദുഃഖം ആത്മാക്കൾ പാപത്തിൽ വീണു പോകുന്നതാണ്. ആ ദുഃഖം സ്വന്തമാക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ദൈവം ചോദിക്കുക. താല്പര്യമുണ്ടെങ്കിൽ നിൻ്റെ ദുഃഖം സ്വർഗം ഏറ്റെടുത്തുകൊള്ളും. ഇതിനെക്കുറിച്ച് പേടിക്കുകയേ വേണ്ട. ഇന്ന് ഒരിക്കൽ കൂടി ഒരു പുനരർപ്പണം ചെയ്യുക. ലോകത്തിൽ പാപം ചെയ്യുന്ന അനേകർക്ക് വേണ്ടി കരങ്ങളൊന്ന് ഉയർത്തി നമ്മെ തന്നെ സമർപ്പിക്കാം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടി എൻ്റെ ശരീരം, എൻ്റെ കഴിവുകൾ, എൻ്റെ സമയം, എൻ്റെ സമ്പത്ത്, എനിക്കുള്ളതെല്ലാം സുവിശേഷത്തിന് വേണ്ടി ഇതാ ഞാൻ കരമുയർത്തി ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ എന്നെ ഏറ്റെടുക്കണമേ. ആ സാക്ഷ്യത്തിന് ആവശ്യമായ രീതിയിൽ അനേകരുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റിയ രീതിയിൽ, അനേകർക്ക് ക്രിസ്തുവെന്നും ജീവിക്കുന്നുവെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഇന്ന് പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതം ഏറ്റെടുക്കണമേ. മാമോദീസയിലൂടെ എന്നിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവേ, പീഠത്തിന്മേൽ വെച്ച വിളക്ക് പോലെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കണമേ. ആഗ്രഹത്തോടെ നഷ്ടപ്പെടുന്ന അനേക ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് ലോകം മുഴുവനും ഇന്ന് കാത്തിരിക്കുന്ന നിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരമുയർത്തി ഈ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടെന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ,
എല്ലാവരും സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ കത്തിപ്പടരണമേ, നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി, പാപം ചെയ്ത അനേകർക്ക് വേണ്ടി സ്വർഗത്തിന്റെ ദുഃഖം ഏറ്റെടുക്കാൻ ഇതാ എൻ്റെ ശരീരവും മനസ്സും ആത്മാവ് സമർപ്പിക്കുന്നു. എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത് സർവ്വതും ഉയർത്തി പരിശുദ്ധാത്മാവേ എല്ലാം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. അറിയ ആത്മാവിന്റെ സാക്ഷ്യത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, സുവിശേഷത്തിന് സാക്ഷിയായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കണമേ. ആഗ്രഹത്തോടെ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.